എല്ലാവരും രേണുസുതിക്കൊപ്പം മാത്രമേ പോയിട്ടുള്ളൂ. രേണുസുതി സ്ത്രീ ആയതുകൊണ്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായതുകൊണ്ടോ ആയിരിക്കാം. അതായത് രേണുസുതിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു. പലരും ഞാനിട്ട ഒരു വീഡിയോയ്ക്ക് താഴെ പോലും പറഞ്ഞിരുന്നു, എന്താ രേണുസുതിയെ മാത്രം പറയുന്നത്, തൊട്ടു താഴെ നമ്മൾ ഈ മിസ്റ്റർ അപ്പി എന്ന് പറയുന്നത് അനീഷിന് പറ്റിയൊരു പേരായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, അതും ഇതും തമ്മിൽ വലിയ മീനിങ് ചേഞ്ചസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ അപ്പി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു മീനിങ്ങും കോഴിക്കോട് വേറെ മീനിങ്ങും എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അവരുദ്ദേശിച്ച അപ്പി എന്ന് പറയുന്നത് ഷിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ നൂറ ആൻഡ് ആദില അവരെ ഒന്നും കുറ്റം പറഞ്ഞില്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തന്നെ സോറി പറയുന്നു. കാരണം എന്ന് വെച്ചാൽ രേണുവിനെ സംബന്ധിച്ച് കുറെ അധികം കമന്റ്സുകൾ വന്നതുകൊണ്ടാണ് സെപ്റ്റിക് ടാങ്ക്. പിന്നെ അത് മാത്രമല്ല, അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. പക്ഷേ അനീഷ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ബിഗ് ബോസിലേക്കുള്ള ഫസ്റ്റ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഒരു റോബോ വരികയാണ്. റോബോ ഡോഗ് ആണ്. ലാലേട്ടൻ തന്നെ ഇന്നത്തെ ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു മൈജി ബിഗ് ബോസിന്റെ ഒക്കെ ലോഗോയൊക്കെ ഉള്ള ഒരു യെല്ലോ കളറിലെ റോബോയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ജിസേൽ ഉറപ്പായിട്ടും അർഹിക്കുന്ന ഒരു കാര്യമാണ്. ജിസേലിന് പണി കിട്ടും എന്നുള്ളത് എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പണിയല്ല. സോ എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ ലാലേട്ടനും ബിഗ് ബോസ് ടീമിനും ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ദെൻ എവിക്ഷൻ, അത് രഞ്ജിത്ത് തന്നെ. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 ഈ ഒരു വീക്കെൻഡ് ആയിട്ടുള്ള നമ്മുടെ ലാലേട്ടന്റെ ആ ഒരു വീക്കിലെ പ്രൊമോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സസ്പെൻസുകളോ സർപ്രൈസുകളോ ഒന്നും വെക്കുന്നില്ല. പ്രൊമോയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് തുടങ്ങാം. അതിനു മുന്നേ തന്നെ ആദ്യം രേണുസുതിയുടെയും അതുപോലെ തന്നെ നൂറ ആൻഡ് ആദില, അക്ബർ, അനീഷ്, ഇവരെ ഇത്രയും പേരെയും വെച്ചിട്ടുള്ള ഒരു ഓമന പേര് ശരിക്കും പറഞ്ഞാൽ അത് ഇത്രയും കാര്യമായിട്ട് അഡ്രസ്സ് ചെയ്യും എന്ന് കരുതിയതേ അല്ല. ഉറപ്പായിട്ടും അക്ബറിന്റെ കാര്യം അഡ്രസ്സ് ചെയ്യുമെന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കും. കാരണം രേണുസുതിയെ വിളിച്ചത് അത് തെറ്റാണ്, നമുക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ ആരും അനീഷിന്റെ കാര്യം ഒരു വ്ളോഗേഴ്സും അധികം എടുത്ത് പറഞ്ഞില്ല. ഓഫ് കോഴ്സ് മിസ്റ്റർ അപ്പി എന്ന് പറയാൻ പാടില്ലായിരുന്നു. നൂറ ആൻഡ് ആദില അത് പറഞ്ഞപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, അത് 100% ഞാനും സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ബിഗ് ബോസിൽ മത്സരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. പുറത്ത് എത്ര നെഗറ്റീവ് ഉണ്ടെങ്കിലും അത് ബിഗ് ബോസിന് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ പോസിറ്റീവായിട്ടേ പറയൂ. നിങ്ങൾ തന്നെ പൂർണ്ണമായിട്ടും ആലോചിച്ചു നോക്കൂ. ബിഗ് ബോസിൽ അല്ലെങ്കിൽ ലാലേട്ടൻ എന്തെങ്കിലും കുറ്റം പറയാൻ അനീഷ് അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് നൂറ ആൻഡ് ആദിലയോട് ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവർ പെരുമാറണം എന്ന് നിങ്ങൾക്ക് വാശി പിടിക്കാനോ നിർബന്ധം പറയാനോ സാധിക്കുമോ? ഇത് ലാലേട്ടൻ ചോദിക്കുന്നത് നൂറ ആൻഡ് ആദിലയോട് മാത്രമല്ല, ഈ പറയുന്ന കേരളത്തിലെ ബിഗ് ബോസ് പ്രേമികളായിട്ടുള്ള ബിഗ് ബോസ് പ്രേക്ഷകരോട് ഓരോരുത്തരോടുമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അനീഷ് ഇങ്ങനെ തന്നെ പെരുമാറണം, അനീഷ് ഒരു ചൊറിയനാണ് എന്നൊക്കെ നമുക്ക് പറയാൻ എന്ത് അർഹതയാണുള്ളത്? ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കുറച്ച് സീസൺ അല്ലെങ്കിൽ ഒരാഴ്ച മാത്രം നിൽക്കുമ്പോഴാണ് അനീഷിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള മറ്റൊരു വ്യക്തി നെവിനാണ്. നെവിൻ ഇങ്ങനെ പെരുമാറണം, നെവിൻ അങ്ങനെ പെരുമാറണം, ഒരു ആണത്വമില്ല എന്ന് പറയുന്ന കമന്റ്സുകളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നുണ്ട്. അത് അങ്ങനെ പറയാൻ നമ്മൾ അങ്ങും ആരുമല്ല. ഇനി അടുത്ത ഒരു പ്രൊമോ വന്നിരിക്കുന്നത് ലാലേട്ടന്റെ ഫസ്റ്റ് വൈൽഡ് കാർഡ് എൻട്രിയും കൂടെ ആയിട്ടാണ്. ആ സ്റ്റേജിലേക്ക് വരുമ്പോൾ തന്നെ എല്ലാവരും ഷോക്കാകുന്നുണ്ട്. ഒരു റോബോ ഡോഗ് ആണ്. ഓൾമോസ്റ്റ് പല വ്ളോഗേഴ്സ്മാരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു ക്യാരക്ടർ, ഇങ്ങനെ ഒരു വ്യക്തി വരുന്നുണ്ടെന്ന്. അപ്പോൾ ബിഗ് ബോസിലേക്ക് മത്സരിക്കാനാണോ ഈ റോബോ വരുന്നത്, അതോ ഈ പറഞ്ഞ റോബോ വ്യക്തി വരുന്നത് ബിഗ് ബോസിലുള്ളവരെ മോണിറ്റർ ചെയ്യാനാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഫസ്റ്റ് വൈൽഡ് കാർഡ് എൻട്രി എന്ന് ലാലേട്ടൻ എടുത്തു പറഞ്ഞിട്ടാണ് ഈ റോബോട്ടിനെ കൊണ്ടുവരുന്നത്. പക്ഷെ ഈ മനുഷ്യരെങ്ങനെയാണ് ഈ റോബോട്ടുമായിട്ട് മത്സരിക്കുക? അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മൾ ഈ പറയുന്ന AI മല്ലിടുകയാണല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട്. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു കാര്യം ബിഗ് ബോസിൽ അവതരിപ്പിക്കുന്നത്. ഏതായാലും ചരിത്രത്തിൽ തന്നെ ഇടം നേടുന്ന ഒരു റിയാലിറ്റി ഷോ ആയിട്ട് ബിഗ് ബോസ് സീസൺ 7 മാറാൻ സാധ്യതയുണ്ട്. പിന്നെ വന്ന പ്രൊമോയിൽ ജിസേലിനെ കുറിച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഷീ ഡിസേർവ് ദാറ്റ്. ജിസേൽ എത്ര നല്ല മത്സരാർത്ഥിയാണെങ്കിലും കാണിച്ചത് മുഴുവൻ മോശമാണ്. അക്കാര്യത്തെ എനിക്ക് ഏറ്റവും കൂടുതലും റെസ്പെക്ട് തോന്നിയിട്ടുള്ളത് രേണുസുതിയോടും, ഷാരിക, സരിക, ഇവരെല്ലാം. ഈവൻ അനുമോളൊക്കെ നല്ല മത്സരാർത്ഥിയാണ്. പക്ഷെ അനുമോള് പോലും പല കള്ളത്തരങ്ങളും കാണിച്ചു. പൊട്ടിടുന്നുണ്ട്, ഹെയർ ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്, ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് പോയി എന്തെങ്കിലുമൊക്കെ സ്കിന്നിന് യൂസ് ചെയ്യുന്നുണ്ട്. മേ ബി അവരുടെ പ്രൊഫഷൻ അതായതുകൊണ്ടായിരിക്കാം അവരതൊക്കെ ഇങ്ങനെ. ഓഫ് കോഴ്സ് ജിസേൽ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ബട്ട് അക്സെപ്റ്റ്
ബിഗ് ബോസിനെ അക്സെപ്റ്റ് ചെയ്യൂ, ബിഗ് ബോസ് പറയുന്നതിനെ കേൾക്കാൻ തയ്യാറാകൂ. അതൊരു മത്സരത്തിൽ വിജയിക്കണമെങ്കിൽ ആ മത്സരത്തിന്റെ റൂൾസ് ഒക്കെ പാലിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏഷ്യാനെറ്റിൽ വന്നിരിക്കുന്ന പ്രൊമോകളുടെ എല്ലാം സാരാംശം. ഇന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ലാലേട്ടൻ എന്തൊക്കെ പറയുമെന്ന്. ഇതൊക്കെ വെറും ഒരു 10% ആകുന്നുള്ളൂ. ലാലേട്ടൻ എല്ലായിടത്തിനെയും നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണുകളിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. സോ നിങ്ങൾക്കൊപ്പം ഞാനും കാത്തിരിക്കുകയാണ്. ഒപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.